ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ദരിദ്രൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, നാണയവും ജീവിത വിഭവവും ഇല്ലാത്തവനെയാണ് ദരിദ്രനായി ഞങ്ങൾ കാണുന്നത്. മറുപടി ഇങ്ങനെ: എന്റെ സമുദായത്തിൽ ദരിദ്രൻ ഒരു വ്യക്തിയാണ്. അയാൾ നോമ്പനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യും. എന്നാൽ അവൻ ചിലരെ ചീത്ത വിളിക്കും, ചിലരെക്കുറിച്ച് കുറ്റാരോപണം നടത്തും. മാത്രമല്ല, അവൻ അവരുടെ രക്തമൊഴുക്കും, അവരുടെ ധനം മോഷ്ടിക്കും, അവരെ മർദ്ദിക്കുകയും ചെയ്യും. അവനാണ് ശരിക്കും ദരിദ്രൻ. കാരണം ഇപ്രകാരമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവനിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, അവൻ എത്രയൊക്കെ നോമ്പനുഷ്ഠിച്ചാലും എത്രയൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്താലും അവന്റെ പുണ്യകർമ്മം മർദ്ദിക്കപ്പെട്ടവന് നൽകി അവനെ ദരിദ്രനാക്കും. ഖുറാനിൽ ദുൽമ് എന്നൊരു പ്രയോഗമുണ്ട്. അക്രമത്തിന് പറയുന്ന പദമാണ്. ക്രമരഹിതമായി ചെയ്യുന്നതെല്ലാം ദുൽമാണ്. നമ്മുടെ നാട്ടിൽ ലഹരിയും അക്രമവാസനയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ ഈ അധ്യായം റമദാൻ മാസത്തിലാണ് അവതരിപ്പിക്കുന്നത് എന്നുകൊണ്ടാണ് ഖുറാനിലെ ഈ ഭാഗം പറഞ്ഞു തുടങ്ങിയത്. ക്രമരഹിതമായി ചെയ്യുന്നതെല്ലാം അക്രമമാണ്. ജീവനുള്ള ഒരു വസ്തുവിനോടും നിങ്ങൾ അക്രമം കാണിക്കരുത് എന്നാണ്. ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം പോലും നൽകാതെ കെട്ടിയിട്ട സ്ത്രീയുടെ കഥ, അമ്പെയ്ത്ത് പഠിക്കാൻ ജീവനുള്ളതിനെ ലക്ഷ്യസ്ഥാനമാക്കുന്നതിനെ എതിർത്തത്, ഒരു ചെറിയ കുരുവിയോട് പോലും കാണിക്കുന്ന ക്രൂരതയുടെ പേരിൽ വിചാരണയ്ക്ക് വിധേയമാവേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നത്, ഇതൊക്കെ പാഠങ്ങളാണ്, ഓർമ്മപ്പെടുത്തലാണ്, കാരുണ്യത്തെ മുറുകെ പിടിക്കുന്നതാണ്. എന്നാൽ അടുത്തിടെയായി നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വയലൻസാണ്. സിനിമകളായും സീരീസുകളായും റീലുകളായും വയലൻസുള്ള ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു. അതാണ് ഹീറോയിസമായി വാഴ്ത്തുന്നത്. സമൂഹത്തിൽ ഇന്നത്തെ അക്രമ പരമ്പരകൾക്ക് ഉള്ളടക്കങ്ങൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി നടന്ന പഠനങ്ങൾ ഈ നിരീക്ഷണത്തെ ശരിവയ്ക്കുന്നുണ്ട്. വയലന്റായ കണ്ടന്റുകൾ നിരന്തരം കാണുന്നതിലൂടെ ഒരാളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്ന് തന്നെയാണ് പഠനങ്ങൾ പലതും തെളിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്ന് പറയുന്ന അഗ്രഷന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് പട്ടം SUT ആശുപത്രിയിലെ ന്യൂറോ സർജനും എഴുത്തുകാരനുമായ മനോജ് വെള്ളനാട് വിവരിക്കുന്നു. ഈ അഗ്രസീവ്നെസ് കൂടുന്നു എന്നുള്ളത് മാത്രമല്ല ഈ പഠനങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ചുറ്റുപാടുകളെ ഭയത്തോടെ കാണുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. സഹാനുഭൂതിയോ സ്നേഹമോ അനുകമ്പയോ പ്രകടിപ്പിക്കാൻ കഴിയാത്ത കുട്ടികളുടെ എണ്ണം കൂടുന്നു. ഇതെല്ലാം ആസ്വദിക്കുന്ന കുട്ടികളുടെ എന്ന് വെച്ചാൽ മറ്റ് പീഡനങ്ങൾ ആസ്വദിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന പ്രശ്നമായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതൊന്നും നമ്മൾ അതിനെ നിരാകരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നിഷേധിച്ചത് കൊണ്ടോ ഒന്നും തന്നെ ഇതൊന്നും നമ്മളെ എഫക്ട് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമ കണ്ടിട്ട് ആൾക്കാർ വയലന്റ് ആവുന്നു എന്നുള്ളതല്ല. പക്ഷെ അത്തരം സിനിമകൾ നിരന്തരം കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. സിനിമകൾ മാത്രമല്ല, സിനിമ കാണുന്നു, അതിനുശേഷം അതിന്റെ യൂട്യൂബിലുള്ള മറ്റ് എക്സ്പ്ലനേഷൻസ് കാണുന്നു, റീലുകൾ കാണുന്നു, അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കാണുന്നു. ഇപ്പം പലരും മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, വടക്കൻ വീരഗാഥയിൽ വയലൻസ് ഉണ്ട്, അത് കണ്ടിട്ട് ആരെങ്കിലും വയലന്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം എന്തിനോട് എക്സ്പോസ്ഡ് ആവുന്നു എന്നുള്ള സംഗതിയെ അവിടെ അവർ നിരാകരിക്കുന്നുണ്ട്. കാരണം വടക്കൻ വീരഗാഥ ഇറങ്ങിയ സമയത്ത് വടക്കൻ വീരഗാഥയിൽ വയലൻസ് ഉണ്ട്. അത് ആ കാര്യങ്ങൾ ആ സമയത്ത് ഇറങ്ങിയ അല്ലെങ്കിൽ ആ സിനിമ കണ്ട പലരും വളരെ നോർമലായിട്ടുള്ള വയലൻസ് കുറഞ്ഞ സിനിമകളായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ഇതൊരു എക്സ്പ്ലോഷൻ പോലെ ഇത്തരം സംഗതികൾ നമ്മുടെ തലച്ചോറിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ. ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകുന്ന സൗകര്യങ്ങളുണ്ട്, സുലഭമായ ഇന്റർനെറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും ഇരട്ടിക്കിരട്ടിയായിട്ടാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഇത്തരം ഫിൽട്ടർ ചെയ്യപ്പെടാത്ത കണ്ടന്റുകളും ഒക്കെ നമ്മുടെ തലച്ചോറിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയും തെറ്റും വേർതിരിച്ചെടുക്കാനുള്ള ഒരു സമയമോ സാവകാശമോ ഇന്ന് നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പം ഇത് കേൾക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒരു 2 ആഴ്ച കാലത്തേക്ക് കണ്ടിന്യൂസ് ഒന്ന് ഒഴിവാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിൽ നിങ്ങൾക്കുണ്ടാവുന്ന ചേഞ്ച്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്തായിരുന്നു, അത് 2 ആഴ്ച കഴിഞ്ഞ് എന്താണെന്നുള്ള ഒരു ഒബ്സർവേഷൻ നിങ്ങൾ സ്വയം നടത്തി നോക്കിയാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാവുന്നു. ഇത് ഈ വക മീഡിയകൾ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിന്. അപ്പോൾ നമ്മളെപ്പോലും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളെ അത് എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഭയത്തോടെയും കുറച്ചൊരു ആശങ്കയോടെയും തന്നെ ചിന്തിക്കേണ്ട സംഗതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാരുണ്യം, അനുകമ്പ, സഹാനുഭൂതി ഇതൊക്കെ ദുർബലരുടെ ലക്ഷണങ്ങളായി പിയർ ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ചയാവുന്നുണ്ട്.
നിസാര കാര്യത്തിന് പോലും സംഘർഷം ഉടലെടുക്കുന്നതിന്റെ പിന്നിൽ മറ്റൊരു കാരണവുമില്ല. സദ്യയ്ക്ക് പപ്പടം വിളമ്പാത്തതിന്റെ പേരിൽ പാർക്കിങ്ങിനെ ചൊല്ലിയൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അവസ്ഥയെ തന്നെയാണ് കാണിക്കുന്നത്. ഒരു കൊലപാതകമോ കത്തിക്കുത്തോ വരുമ്പോൾ അത് വാർത്തയിൽ വരുന്നത് മാത്രമല്ല അക്രമവാസന എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സ്വഭാവത്തിൽ വരുന്ന ഒരു അഗ്രസീവ്നെസ് അത് ഇന്നത്തെ കാലത്തെ മനുഷ്യരിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും കത്തിയെടുക്കുന്ന, ആക്രമിക്കാൻ മുതിരുന്ന, കൊലപാതകം പോലും ആസൂത്രണം ചെയ്യുന്ന, അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന, ക്രൂരമായി ഉപദ്രവിക്കുകയും ആ ഉപദ്രവങ്ങൾ ഒരു അനുകമ്പയും ഇല്ലാതെ ആസ്വദിക്കുകയും ചെയ്യുന്ന കുട്ടികൾ നമ്മുടെ ഇന്നത്തെ ഇടയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പല അധ്യാപകരോടും സ്കൂൾ തലത്തിലും കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാരോടും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അക്രമവാസനകൾ കൂടുമ്പോൾ അതിൽ നമ്മുടെ ഇന്നത്തെ സിനിമകൾക്കും സീരീസുകൾക്കും റീലുകൾക്കും ഒക്കെ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും അത് സമ്മതിച്ചു തരില്ല എന്ന് മാത്രമല്ല, ആ കാര്യങ്ങൾ പറയുന്നവരോട് വയലൻസ് കാണിക്കുക എന്നുള്ളത് ഒരു സ്വഭാവം കൂടി ഇന്നത്തെ ആൾക്കാർക്കുണ്ട്. പലരും ചോദിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധം ഏതെങ്കിലും സിനിമ കണ്ടിട്ടാണോ ഉണ്ടായത്? അങ്ങനെ ചോദിക്കുന്നവരോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ മാധ്യമങ്ങൾ, അതിപ്പോ വിനോദ ഇതിനുപയോഗിക്കുന്ന ഏതൊരു മാധ്യമവും നമ്മളെ വൈകാരികമായി സ്വാധീനിക്കുന്നുണ്ട് എന്നതിന് ധാരാളം പഠനങ്ങളും തെളിവുകളും ഒരുപാട് കാലമായിട്ടുണ്ട്. അതിലിപ്പോ തന്നെ ഈ പറയുന്ന വെർദർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റി ഇപ്പൊ പലരും കേട്ടിട്ടുണ്ടാകും. ഈ വെർദർ എഫക്റ്റ് വരാനുള്ളൊരു സംഗതി എന്ന് പറഞ്ഞ ഒരു നോവലാണ്. 1774 യൂറോപ്പിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു നോവലാണ് ഈ സോറോസ് ഓഫ് യങ് വെർദർ എന്ന് പറയുന്നത്. ഗോയ്തെ എന്ന് പറയുന്ന ആളെഴുതിയ നോവലാണ്. അപ്പൊ അതില് ഒരു മനുഷ്യൻ തന്റെ പ്രണയ നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്യുന്നതാണ് നോവലിൽ ഇതിവൃത്തം. ഈ നോവൽ വന്നതിന് ശേഷം യൂറോപ്പിൽ ധാരാളം ആത്മഹത്യകൾ സമാനമായ രീതിയിൽ, എന്ന് വെച്ചാൽ ഈ നോവലിനെ അനുകരിക്കുന്ന രീതിയിൽ ധാരാളം ആത്മഹത്യകൾ ഉണ്ടാവുകയും അത് കാരണം പിന്നെ നോവൽ നിരോധിക്കേണ്ട ഒരു അവസ്ഥ വരികയും ഉണ്ട്. സമാനമായിട്ടുള്ള ഒരു സംഗതി പിന്നീട് 1960കളിലാണ് ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്ക ജേർണലിസ്റ്റ് അത് പഠിക്കുകയുണ്ടായിട്ട്, അമേരിക്കൻ സൈക്കോളജിസ്റ്റും ജേർണലിസ്റ്റും ആയിട്ടുള്ള ഒരാൾ അത് പഠിക്കുമ്പോൾ പത്രമാധ്യമങ്ങളിൽ ആത്മഹത്യകളെ പറ്റിയുള്ള വാർത്തകൾ കൂടുതൽ പ്രാധാന്യത്തോടെ കൂടി വരുന്ന ദിവസങ്ങളിൽ സമൂഹത്തിൽ ആത്മഹത്യകൾ കൂടുന്നുണ്ട് എന്നായിരുന്നു ഈ ഫിലിപ്സ് നടത്തിയ ഒരു പഠനത്തിന്റെ ഫലം. അപ്പോൾ അന്ന് അദ്ദേഹം ആ ഒരു ഇഫക്റ്റിന്, ഈ വാർത്താ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഒരു എഫക്റ്റിന് അദ്ദേഹം കൊടുത്ത പേരാണ് വെർദർ എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ നെഗറ്റീവായിട്ട് മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് എന്നും വെർദർ എഫക്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഒരു മറുവശം ഉണ്ടാകില്ലേ? പോസിറ്റീവായ കണ്ടന്റ് ഗുണമുണ്ടാക്കില്ലേ? ഗ്ലൂമി സൺഡേ എന്ന് പറയുന്ന മ്യൂസിക് ആൽബം കാരണം ധാരാളം ആത്മഹത്യകൾ ഉണ്ടാവുകയുണ്ടായി. പിന്നെ 13 Reasons Why എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ്, ഒരു 13 വയസ്സുള്ള കുട്ടി എന്തുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് എഴുതിയ 13 കാരണങ്ങൾ എഴുതിയ ഒരു ഡയറിയെ അധികരിച്ച് നെറ്റ്ഫ്ലിക്സ് ചെയ്ത ഒരു സീരീസ് ആയിരുന്നു അത്. അത് വന്നതിന് ശേഷവും കൗമാരക്കാരിൽ ആത്മഹത്യകൾ കൂടി അമേരിക്കയിൽ. അപ്പൊ അത് കാരണം അതും അവിടെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഈ വെർദർ എഫക്റ്റ് ശരിയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളായിരുന്നു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മനുഷ്യരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയും ധാരാളം തെളിവുകളുണ്ട്. അപ്പൊ അതിന് ആ ഒരു എഫക്റ്റിന് പറയുന്നത് പെപ്പാജിനോ എഫക്റ്റ് എന്നാണ്. പെപ്പാജിനോ എന്ന് പറയുന്നത് മൊസാട്ടിന്റെ മാജിക് ഫ്ലൂട്ട് എന്ന് പറയുന്ന അതിലെ ഒരു കഥാപാത്രമാണ് പെപ്പാജിനോ. പ്രണയം നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് തിരിച്ചു ജീവിതത്തിലേക്ക് വന്ന കഥാപാത്രമാണ് പെപ്പാജിനോ. ഈ വിഷയം 1960കൾ മുതൽ ലോകം മൊത്തം ഉള്ള ശാസ്ത്ര സമൂഹം അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ധാരാളം പഠനങ്ങൾ അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ഇത്തരം ഒരു 108ഓളം പഠനങ്ങളെ അധികരിച്ചുള്ള ഒരു മെറ്റാ അനാലിസിസ് 2007 ജേണൽ ഓഫ് അഡോളസന്റ് ഹെൽത്തിൽ ഹ്യൂസ്മാൻ എന്ന് പറയുന്ന വ്യക്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം തന്നെ പറയുന്നത് ഇത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കുട്ടികളെയും കൗമാരക്കാരെയും ഒക്കെ വളരെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ കുട്ടികളിൽ അഗ്രസീവ്നെസ് കൂട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, കുട്ടികളിൽ ഹ്രസ്വകാലമായിട്ടും ആ കുട്ടി മുതിർന്നതിന് ശേഷം ഉണ്ടാവുന്ന ദീർഘകാലമായിട്ടുള്ള പരിണത ഫലങ്ങൾക്കും ഇത്തരം സംഗതികൾ കാരണമാകുന്നുണ്ട് എന്നും ആ പഠനത്തിൽ അതിന്റെ തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉൾപ്പെടെയാണ് ആ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. ശാരീരികാരോഗ്യം പോലെ അല്ലെങ്കിൽ അതിനു മേലെ. നല്ല ഭക്ഷണം നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതുപോലെ തലച്ചോറിലും നല്ലത് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ മനുഷ്യന്റെയും സമ്പത്തും ജീവനും അഭിമാനവും വിലപ്പെട്ടതാണ്. അത് കളങ്കപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും എന്നിൽ നിന്നുണ്ടാകരുത് എന്നതാവണം ഉറക്കമുണരുമ്പോൾ ഉയരേണ്ട ആദ്യ പ്രാർത്ഥന. അത് നിറവേറിയതിലുള്ള ആനന്ദത്തോടെ ആവണം ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കേണ്ടത്.